അമേരിക്കയിൽ തൊഴിൽ വിസയ്ക്ക് ഫീസ് ഉയർത്തി. H1B വിസയ്ക്ക് അപേക്ഷാ ഫീസ് $1,00,000 ഏതാണ്ട് 10-88 ലക്ഷം രൂപ കൊടുത്താൽ മാത്രമേ ഇനി ഈ വിസ സ്വന്തമാക്കാൻ കഴിയൂ. ഇത് സംബന്ധിച്ച് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു എന്നാണ് നമ്മുടെ ബ്യൂറോ അമേരിക്കൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗോൾഡ് കാർഡ് ഇമിഗ്രേഷൻ പദ്ധതിയും അദ്ദേഹം പ്രഖ്യാപിച്ചു. കുടിയേറ്റം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ നടപടി എന്നാണ് പറയുന്നത്. പ്രധാനമായും ഈ തീരുമാനം ഇന്ത്യയെ ലക്ഷ്യം വയ്ക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ചേർന്നു. മധു, ഓരോ ദിവസവും ഓരോ പ്രസ്താവനയുമായി ഇന്ത്യയുടെ ചങ്കിനിട്ട് ഇടിതരിക എന്നുള്ളത് ഈ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഇന്ത്യൻ IT മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകും ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ ഇപ്പോഴത്തെ ഈ പുതിയ നീക്കം. H1B വിസയ്ക്ക് അപേക്ഷാ ഫീസ് $1,00,000 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. H1B പ്രോഗ്രാം പ്രതിവർഷം ഏതാണ്ട് 65,000 വിസകളാണ് അനുവദിക്കുന്നത്. ഇത് കൂടാതെ ഉന്നത ബിരുദമുള്ള ആളുകൾക്ക് ഏതാണ്ട് 20,000-ഓളം വിസകളും നൽകാറുണ്ട്. കുടിയേറ്റം തടയുന്നതിനും അതുപോലെ അമേരിക്കയിലേക്ക് വരുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാനുള്ള ട്രംപ് സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ ഈ പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്. H1B വിസയെ ആശ്രയിക്കുന്ന പ്രധാനമായിട്ടും IT കമ്പനികളാണ്. ഇവരെ ഈ പുതിയ നയം വലിയ തോതിൽ ബാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. കുറഞ്ഞ വേതനത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ അമേരിക്കൻ തൊഴിലുകൾ എടുക്കുന്നതിലൂടെ അമേരിക്കയിലുള്ള തൊഴിലുകൾ നഷ്ടപ്പെടുന്നുവെന്നാണ് ഈ H1B പ്രോഗ്രാമിനെ എതിർക്കുന്ന ആൾക്കാർ കുറെ നാളുകളായി വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ H1B പ്രോഗ്രാമിലൂടെ ലഭിക്കുന്ന ജോലികളിൽ ഏകദേശം 2/3 ഭാഗവും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന് ഓർക്കണം. 3 വർഷത്തേക്കാണ് H1B അനുവദിക്കുന്നത്. പിന്നീട് ഒരു 3 ഇയേഴ്സും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള രീതിയിലാണ് ഈ വിസ പ്രോഗ്രാം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ കമ്പനികളുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഇപ്പോഴത്തെ ഈ പുതിയ ഫീസും അതുപോലെ ഇത് സംബന്ധിച്ചുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതെന്നാണ് അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹവാർഡ് ലുട്നിക്ക് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹമാണ് ഇതിനുവേണ്ടി ഏറെ നാളായി വാദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ഈ $1,00,000 SKN ആദ്യ വർഷത്തേക്കാണെന്നാണ് ഇദ്ദേഹം പിന്നീട് മറ്റു ചില മാധ്യമങ്ങൾക്ക് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അതായത് 3 വർഷത്തേക്ക് 3 ലക്ഷം മുൻകൂറായി ഈടാക്കുമോ അല്ലെങ്കിൽ 1 ലക്ഷം പ്രതിവർഷം ഈടാക്കുമോ എന്നൊക്കെ ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റുമായി സംസാരിച്ചതിന് ശേഷം തീരുമാനിക്കുമെന്നാണ് ഹവാർഡ് ലുട്നിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. SKN ഇപ്പോൾ ഈ സ്റ്റാറ്റസിൽ അമേരിക്കയ്ക്ക് പുറത്തുള്ളവർ ഈ തീരുമാനം ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം $1,00,000 ഫീ അടച്ചില്ലെങ്കിൽ തിരികെ എത്തുവാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഈ വിസ നിയന്ത്രണത്തിന്റെ പരിധിയിൽ പെടുമോ എന്ന് നിയമവിദഗ്ധരുമായിട്ടൊക്കെ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പല സ്ഥാപനങ്ങളും ഇപ്പോൾ തന്നെ അവരുടെ തൊഴിലാളികൾക്ക് സർക്കുലർ അയച്ചിട്ടുണ്ട്. SKN ഈ ട്രംപ് ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത് പ്രൊക്ലമേഷൻ രൂപത്തിലുള്ള ഒരു ഇതിലാണ്. അതായത് പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് അനൗൺസ്മെന്റ് ആണ്, എക്സിക്യൂട്ടീവ് ഓർഡറിലല്ല. എക്സിക്യൂട്ടീവ് ഓർഡർ അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് പ്രാബല്യത്തിൽ വരുവാനുള്ള വഴികൾ കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. ഇത് കൂടാതെ ഒരു ഗോൾഡ് കാർഡും ഇറക്കിയിട്ടുണ്ട്. ഗോൾഡ് കാർഡ് ഇമിഗ്രേഷൻ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ട്രംപ് തന്നെയാണ്. $10,00,000 ഫീസ് നൽകുന്ന വിദേശീയരുടെ വിസകൾ ഈ ഒരു ഗോൾഡ് കാർഡിലൂടെ വേഗത്തിലാക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. എന്തായാലും മധു കൊട്ടാരക്കര ഇന്ത്യക്കാരാണ്. ഇന്ത്യ IT മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത്തരം വിസകൾ നേടി ഈ അമേരിക്കൻ തൊഴിൽ വിസ നേടി അമേരിക്കയിലേക്ക് ചേക്കേറുന്നത്. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റം നിയന്ത്രിക്കുകയാണ് ട്രംപിൻ്റെ ലക്ഷ്യം നമുക്കറിയാം. $1,00,000 കൊടുത്ത് 88 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് H1B വിസ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എത്ര പേർക്ക് അത് അഫോർഡ് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ തീരുമാനം നമുക്ക് ഒരു വലിയ തിരിച്ചടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ മധു പറഞ്ഞ പോലെ പ്രൊക്ലമേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കൻ കോടതികളിൽ ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ IT കമ്പനികൾക്കും അത് ചേക്കേറിയിട്ടുള്ള ആളുകൾക്കും ഒക്കെ തന്നെ കോടതി വ്യവഹാരങ്ങളിൽ പെട്ട് ഇത് അനീതിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞാൽ നല്ല കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.